ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഈ സമാധാന യാത്ര എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM നടത്തുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു സമാധാന മാർച്ചാണ്. വെസ്റ്റ് ബംഗാളിനെ എങ്ങനെയാണോ അവർ അക്രമത്തിലൂടെ ആ പാർട്ടി അടക്കം തകർത്തത്, അതുപോലെ ഈ പ്രദേശങ്ങളിൽ നടത്തുകൊണ്ടിരിക്കുകയാണ്. 58 വെട്ടി സ്വന്തം പാർട്ടി അനുയായിയെ കൊന്ന നാടാണ് വടകര. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പാർട്ടിക്കകത്ത് ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ 58 വെട്ടി കൊന്ന ചന്ദ്രശേഖരൻ്റെ നാടാണ് ഈ നാട്. ഇപ്പോഴും നമുക്കറിയാം, എൻ്റെ കൂടെ നിൽക്കുന്ന ഈ സഹോദരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബോംബ് ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ്. നമ്മൾ എന്താണ് ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ ബോംബ് നിർമ്മിക്കുക, ആ ബോംബ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആക്രമണം നടത്തുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പാവപ്പെട്ട പ്രവർത്തകൻ, ഞങ്ങളുടെ പ്രവർത്തകൻ പ്രതിഷേധിച്ചതിൻ്റെ പുറത്ത്, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച പുറത്ത്, ഗവൺമെൻറ്റിനെ പ്രതിഷേധിച്ച പുറത്ത് അവൻ സ്വന്തം നാടായി ഇവിടെ വന്നപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ബോംബ് ആക്രമണമാണ്. അപ്പോൾ ഇത് ബോംബിൻ്റെ നാടാക്കി CPM മാറ്റിയ നാടാണ് ഈ നാട്. ഇതിനെതിരെ ഞങ്ങളിപ്പോൾ പറയുന്നത് UDFൻ്റെ പ്രകടനം സമാധാനപരമായിട്ടുള്ളൊരു നാടാണ് നമുക്ക് ആവശ്യം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം, പക്ഷേ ബോംബെറിഞ്ഞ് പരസ്പരം കൊല്ലുക, 58 വെട്ടി കൊല്ലുക, ഇതൊന്നും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഭാഗമാക്കാൻ അനുവദിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സമാധാന മാർച്ചാണ് ഇവിടെ നടത്തുന്നത്. ഇത് പറയുമ്പോഴാണോ അത് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളാരും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല. വിദേശ സഹായം സ്വീകരിക്കുന്നതിനകത്തുള്ള ഭേദഗതി, നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭേദഗതിയാണ്. ഇതിനകത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഞാനായിരുന്നു പാർലമെന്റിൽ പ്രസംഗിച്ചത്. ഇന്ന് നിങ്ങൾ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് വഖഫിൻ്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്വത്തിനെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഡിസൈൻ. നാളെ നിങ്ങൾ വരാൻ വേണ്ടി പോകുന്ന ക്രൈസ്തവ സമൂഹത്തെയും മറ്റു സംഘടനകളെയുമായിരിക്കും. അത് അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ FCRA അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഫിലോന്ത്രഫിക്കലായിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട്, NGOമാരുണ്ട്. ക്രൈസ്തവ സഭകളും അതിനകത്ത് വലിയ പങ്കാണ് വഹിക്കുന്നത്. അത്യാവശ്യം ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് വലിയ വലിയ ആശുപത്രികൾ, വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള അതിൻ്റെ പേരിലാണ്. അവരെയൊക്കെ കടിഞ്ഞാണിടാൻ, കൺട്രോൾ ചെയ്യാൻ, അവരെയൊക്കെ വേണ്ടി വന്ന അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ, അവരെ ഇല്ലാതാക്കാൻ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്നതാണ് ഈ ബില്ല്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബില്ല് വളരെ ചുളുവിലൂടെ പിൻവാതിലൂടെ പാസ്സാക്കുക എന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെ തെറ്റായ കാര്യമല്ലേ? ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടല്ല ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഞങ്ങളുടെ കക്ഷി നേതാക്കന്മാരോട് ആലോചിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരളം, ആസാം, തമിഴ്നാട്, പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ പ്രതിപക്ഷ കക്ഷികളുടെ MPമാർ മഹാഭൂരിപക്ഷമുള്ള ഈ സംസ്ഥാനങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ് എല്ലാവരും. അതിനിടയിൽ സഭ തന്നെ നടക്കാൻ പാടില്ലാത്തതാണ്. സഭ അതിനകത്ത് നടത്തി. അവർ ആ സഭയിലെ അവസാന ദിവസങ്ങളാണ്, ഇനിയിപ്പോൾ ഇന്നും നാളെ അവസാന ദിവസമാണ്, പിരിയുന്ന ദിവസങ്ങളാണ്. ഈ അവസാന ദിവസം ഈ ബില്ല് കൊണ്ട് പാസ്സാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ദുരുപദിഷ്ടതപരമാണ്, ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബില്ലിന്ന് പാസ്സാക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ MPമാരോട് അത്യാവശ്യം പ്രചരണ രംഗത്തുള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാവരോടും പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിലെ MPമാരുടെ സജീവമാണ്. 10:30 മണിക്ക് പാർലമെൻറ്റ് വളപ്പിനകത്ത് കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കും. പാർലമെൻറ്റിനകത്ത് ഈ ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ ഏത് വിധേനയും ഈ ബില്ലിനെ തടയും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സഭ കേട്ടിട്ടില്ല കേട്ടോ, കേട്ടിട്ടില്ല. ഈ TVക്ക് അത് കണ്ണുണ്ടായിട്ടുണ്ടാവില്ല. രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ സംസാരിച്ചത് FCRA കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു RSSന് മാത്രമേ FCRA കിട്ടൂ എന്നുള്ളതാണ് ഈ രാജ്യത്തെ കാര്യമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേരളത്തിൽ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് സഭകളിലൊക്കെ കയറി ഇറങ്ങുന്നു, ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. കേരളത്തിലെ BJP ക്രിസ്ത്യൻ സമൂഹത്തെയും ക്രിസ്ത്യൻ സഭകളെയും കൂടെ അല്ല, അത് അവർക്കെല്ലാം അത് ഇന്നിപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കേട്ടിട്ടുണ്ടാവും. അവർക്ക് ശബരിമലയായാലും ഹിന്ദു ആയാലും ക്രൈസ്തവ സഭകളായാലും എല്ലാം വോട്ട് തേടാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപകരണം മാത്രമാണ് അത്. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ കാലത്ത് കേക്കുമായിട്ട് പോയവരെല്ലാം ഈ കേക്കുമായി പോയവരാണ് ഇന്ന് ഇത്തരം വിദ്വേഷ നിയമം പാസ്സാക്കുന്നത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കാര്യം നമ്മൾ കണ്ടു, ജബൽപൂരിലെ വൈദികനെ നമ്മൾ കണ്ടു, ഒറീസയിലെ വൈദികനെ കണ്ടു. എന്ത് ഭീകരമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്.
അവിടെയൊക്കെ ആക്രമിക്കുക, എന്നിട്ട് ഇവിടെ കേക്കുമായിട്ട് പോവുക. ഇപ്പം നിർണായകമായ സമയത്ത് വളഞ്ഞ വഴിയിലൂടെ ഒരു നിയമം പാസ്സാക്കിയിട്ട് അവരെ തകർക്കാൻ ശ്രമിക്കുക. ഇതവിടെ അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായിട്ടും മുന്നോട്ട് പോകും, സംശയമാണ്.